ഹേ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? കുമാരനെല്ലൂർ സ്വദേശിനിയായ രമ്യ എന്ന് പറയുന്ന യുവതിക്ക് ഭർത്താവിൽ നിന്ന് ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരു വീഡിയോ ആണത്. അവർ വിവരിക്കുന്ന ഒരു വീഡിയോ. ഇത് കേട്ടാൽ ശരിക്കും നമുക്കൊരു പേടി തോന്നും, കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് വരെ. ഭർത്താവിൻ്റെ പീഡനത്തിൽ നിന്ന് ക്രൂരമായി പരിക്കേറ്റ യുവതിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത്. ബാക്കി ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് എന്റെ ഹസ്ബൻഡ് എന്നെ കൊന്ന് കെട്ടിത്തൂക്കാൻ വേണ്ടി നോക്കിയതാണ്. അയാളുടെ ജീവിതത്തിനും അയാളുടെ തടസ്സത്തിനും അതിനെല്ലാത്തിനും മെയിൻ ആയിട്ടുള്ള ഒരു തടസ്സക്കാരി ഞാൻ മാത്രമാണ്. അയാൾ പറയുന്നത് ഭാര്യയായിട്ടിരിക്കുന്നത് കൊണ്ട് അയാളുടെ സ്വത്തിന് ഞാൻ അവകാശിയാണ്. അങ്ങനെ നീയും മക്കളും, എനിക്ക് 3 മക്കളാണ് ഉള്ളത്, നീയും 3 മക്കളും അങ്ങനെ സുഖിച്ചു വാഴേണ്ടെന്ന്, എന്നെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അതിനു മുന്നേ ഒരുപാട് തവണ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പലതവണ കേസുകൾ ഉണ്ടായപ്പോൾ പോലും ഭീഷണിയിലും വഴങ്ങിയിട്ടും അല്ലാതെയും ഒക്കെ ഞാൻ അയാൾ ഓരോ കേസിലും കോംപ്രമൈസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പോലും ഒരിക്കൽ പോലും അയാൾ നന്നായില്ല. വർഷങ്ങളായിട്ട് 2006 തൊട്ട് ഞങ്ങൾ ഖത്തറിലായിരുന്നു ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. ഖത്തർ ഗ്യാസ് എന്ന കമ്പനിയിലായിരുന്നു അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിട്ട് 2020 അയാള് 15 കട്ടിങ് അയാളുടെ ശരീരത്ത് ചെയ്ത് എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയതിനകത്ത് അയാൾ പെട്ടുപോയി. വർഷങ്ങളായിട്ട് അയാൾ എന്നെയും കുട്ടികളെ, എനിക്ക് 3 മക്കളുണ്ട്, ആ 3 എണ്ണത്തിന് എന്നെയും കൂടെ മുറിയിലിട്ടിട്ടാണ് അയാൾ ചവിട്ടി കൂട്ടുന്നത്. നന്നായിട്ട് അയാൾ ഉപദ്രവിക്കും. ഇത്തവണ 1 മാസമായിട്ട് ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെ ആയിരുന്നു. എന്നെ നിലത്ത് വെക്കാത്ത രീതിയിൽ മോളേന്ന് പറിച്ച് പുറകെ നടക്കുന്നു, എനിക്ക് ഭക്ഷണം വാരിത്തരുന്നു, പൊതിഞ്ഞു വെക്കുന്നു, ഇതൊക്കെയായിരുന്നു അയാളുടെ പരിപാടി. വീട്ടിൽ എന്തൊക്കെയോ തപ്പി നടക്കുന്നുണ്ടായിരുന്നു അയാള്. എന്നിട്ട് അയാൾ പറയുന്നത് ഞാൻ അത് കണ്ടില്ല, ഞാൻ ഇത് കണ്ടില്ല, അങ്ങനെയുള്ള രീതിയിലാണ് അയാൾ എപ്പോഴും സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, എന്റെ മോള് വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അയാൾ ഒരു വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്. ആ വാടക വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിനക്ക് ഞാൻ മെഡിസിൻ ഒക്കെ തരും, ഞാൻ കുഞ്ഞു പോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ തുണിയെല്ലാം ഊരിക്കളഞ്ഞിട്ട്, ഞാൻ ഓടാതിരിക്കാൻ വേണ്ടി അയാൾ ചെയ്തതാ, തുണിയെല്ലാം ഊരിക്കളഞ്ഞിട്ട് അയാൾ എന്നെ കൊല്ലാൻ നോക്കിയത്. അയാൾ എന്നെ നിലത്ത് വലിച്ചഴച്ച് എന്റെ മുഖത്തും മൂക്കിനും വായ്ക്കും എല്ലാം ഇടിച്ച് എന്റെ തൊണ്ടയും പെടലി എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് എന്റെ തലയെല്ലാം ഭിത്തിക്കിട്ടിട്ട് ഇടിച്ച് പിന്നെ എന്റെ നിലത്തൂടെ വലിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് താഴെ വെക്കുമ്പോൾ എന്റെ മൂക്കിനകത്തുനിന്ന് ഒരു പൈപ്പ് പൊട്ടുന്നത് പോലെയാണ് ബ്ലഡ് ചാടുന്നത് കണ്ടിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇടി തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ എന്റെ പുറം, എന്റെ ബാക്ക് എല്ലാം ഇട്ടുന്നത്, എന്റെ കാലിന് കടി, അതെല്ലാം അയാൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ടൈം നിലത്ത് കിടക്കുന്ന ബ്ലഡ് എല്ലാം കൂടെ അയാൾ ഒരു തോർത്തിൽ പിഴിഞ്ഞിട്ട് രസിക്കുക. അയാൾ പറയുന്നത് നീ ഇനി പുറം ലോകം കാണത്തില്ല എന്ന്, പുറം ലോകത്തിന് ഞാൻ കാണിക്കത്തുമില്ലെന്ന്, ഒന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് തൂങ്ങിച്ചാകും, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഒരു ലേഡി എന്ന നിലയിൽ ഒരിക്കലും എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാനേ പറ്റത്തില്ല. അയാൾ ഒരു ചപ്പാത്തിക്കോലും എടുത്തോണ്ട് വന്ന് ഒരു പെപ്പർ സ്പ്രേയുടെ ഒരു ബോട്ടിലും കൂടെ എടുത്തോണ്ട് വന്ന്, അത് എനിക്ക് പുറമേ പറയാൻ പറ്റത്തില്ല അയാൾ എവിടെയാ അത് സ്പ്രേ ചെയ്യാൻ വരുന്നതെന്ന്. അതിനുവേണ്ടി അയാൾ ശ്രമിക്കുമ്പോഴാണ് പുറത്ത് ഡോറിന്റെ അവിടെ കൊട്ട് കേൾക്കുകയും ഞാൻ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ ആ രാത്രി ഞാൻ കഴിയത്തില്ലായിരുന്നു, കവർ ചെയ്തു പോലും ഇല്ലായിരുന്നു. അതുപോലെ അവശതയിലായിരുന്ന എന്നെ അയാൾ നിലത്തൂടെ വലിച്ചഴിച്ച് അയാൾ രസിക്കുമായിരുന്നു. ആ ഓരോ അടി എന്റെ ചെവിക്കല്ലിന് അടിക്കുമ്പോഴത്തേക്കിന് എന്റെ ചെവി കേൾക്കാതായി, എന്റെ കണ്ണിന്റെ കാഴ്ച പോയി. നീ ഇനി ഇങ്ങനെ കണ്ടേച്ചാ മതിയെന്ന്, നീ ഇനി ജീവിക്കാൻ പാടില്ല എന്ന്. ഇവിടുത്തെ നിയമത്തിന് ഇത്രയേ ഉള്ളൂ. ഒരുപാട് പെണ്ണുങ്ങൾ കേസ് കൊടുക്കുന്ന കള്ളക്കേസാണെന്ന് നാട്ടിലെല്ലാം. പണ്ടൊക്കെ ഇതുപോലുള്ള ക്രൂരതകൾ നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ നടക്കുമ്പോൾ അത്ഭുതമായിട്ട് നമ്മൾ കേട്ട് നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പോ ഒന്നും ഭാഗ്യമില്ല, എല്ലാം നമ്മൾ കേരളത്തിൽ തന്നെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൊച്ചുങ്ങളെ അകത്ത് പൂട്ടി വെച്ച് ഭീഷണിപ്പെടുത്തി അയാൾ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അതിന് പുറകിൽ നിൽക്കാനായിട്ട് അയാളുടെ 2 പെങ്ങന്മാരും ഉണ്ട്, അയാളുടെ ഒരു കൂട്ടുകാരനും ഉണ്ട്. അവർ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. അത് കോടികളോ അതിന് മേലോ അയാൾ ഇറക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് പൈസ. അയാൾ പറയുന്നുണ്ട് അയാളുടെ പൈസയ്ക്ക് ഒരിക്കലും നമുക്കാർക്കും വിലയിടാനായിട്ട് പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കണം. എനിക്ക് പറ്റാവുന്നത്ര ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ലാസ്റ്റ് അയാൾ എന്നെ അടിച്ചു കൂട്ടുമ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, ഈ കുമാരനെല്ലൂർ കരയിലുള്ള ആൾക്കാർ മുഴുവനും അയാളുടെ പോക്കറ്റിലാണെന്ന്. അതുകൊണ്ടാണ് നീയോ നിൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ ആരൊക്കെ ശ്രമിച്ചാലും അയാളുടെ ഇമേജിന് കളങ്കം വരുത്താത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങളും ചെയ്യും. അതിനുവേണ്ടിയുള്ള വക്കീലും പിൻബലവും ഒക്കെ അയാൾക്കുണ്ടെന്ന് പറഞ്ഞു. അതിന് ചവിട്ടിക്കൂട്ടി നമ്മൾ കുഴിച്ചു മൂടിയാലും പുറം ലോകത്ത് ഒരു മനുഷ്യനും അറിയാത്ത രീതിയിൽ ചെയ്യാനുള്ള ആളും പിൻബലവും അയാൾക്കുണ്ടെന്നാണ് അയാളുടെ ഭീഷണി. അതിന് ഏത് മാർഗം സ്വീകരിക്കാനും അയാൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് മാത്രമല്ല അയാൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇമേജ്, ഒരു പാവം, അയാളെക്കുറിച്ച് അങ്ങനെ മാത്രമേ ഏത് മനുഷ്യനോട് ചോദിച്ചാൽ പറയത്തുള്ളൂ. അതിനുള്ളത് ഞാനിവിടെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് നീതി കിട്ടാത്ത എല്ലാ കാര്യവും ഞാൻ ചെയ്യും. അതിന് ഞാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഒളിവിലുള്ള ഭർത്താവ് ജയൻ ശ്രീധരനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഒളിവിലാണ് അദ്ദേഹം, എത്രയും പെട്ടെന്ന് പിടിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.